നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വൺവേ സംവിധാനം ലംഘിച്ച് വാഹനങ്ങൾ കടന്നുവരുന്നത് കുന്നംകുളത്തെ 4 കൂടിയ പ്രധാന ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. ശനിയാഴ്ച രാത്രി ജംഗ്ഷനിൽ ഏറെ നേരമാണ് ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. തൃശൂർ, പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരേ സമയം ജംഗ്ഷനിലെത്തിയതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. വൺവേ സമയം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒനീറോ ജംഗ്ഷനിൽ നിന്ന് നിയമം ലംഘിച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ കടന്നുവന്നതും പ്രശ്നം കൂടുതൽ വഷളാക്കി. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ഉൾപ്പെടെയുള്ളവരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ജംഗ്ഷനിൽ വൺവേ നിയമലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ആവശ്യമായ സമയങ്ങളിൽ കൂടുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ ചാലിശ്ശേരി പഞ്ചായത്തിലെ തോടുകളും പാടശേഖരങ്ങളും നിറഞ്ഞു കവിഞ്ഞു. മഴക്കാലം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് പ്രദേശത്ത് ഇത്രയും ശക്തമായ മഴ ലഭിക്കുന്നത്. മഴയെ തുടർന്ന് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ തോടുകളിലും പാടശേഖരങ്ങളിലുമായി ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു. മുക്കൂട്ട, കല്ലുപുറം പാടശേഖരങ്ങളിലൂടെ ശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെട്ടത്. മഴവെള്ളം കുത്തിയൊലിച്ചതോടെ പാടശേഖരങ്ങൾ മഴക്കാലത്തിന്റെ സജീവ ദൃശ്യങ്ങൾക്ക് സാക്ഷിയായി. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ശനിയാഴ്ച പകൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായത് ജനങ്ങൾക്ക് ആശ്വാസമായി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 നടത്താറുള്ള ചിങ്ങ മഹോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജി.കെ. പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് കെ.ടി. ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ജയപ്രകാശ് ഗുരുവായൂർ, കെ. വേലായുധൻ, കെ. അരവിന്ദാക്ഷമേനോൻ, ശ്രീകുമാർ പി. നായർ തുടങ്ങിയവർ സംസാരിച്ചു. 501 പേർ അടങ്ങുന്ന സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഓഗസ്റ്റ് 17 ചിങ്ങ മഹോത്സവം. 201 മേള കലാകാരന്മാർ അണിനിരക്കുന്ന മഞ്ജുളാൽ തറമേളം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണം, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തജന ഘോഷയാത്ര, ഗുരുവായൂർ ക്ഷേത്രനടയിൽ 501 ഐശ്വര്യ വിളക്ക് സമർപ്പണം, സമുദായ സമന്വയ ജ്യോതി തെളിയിക്കൽ തുടങ്ങിയ പരിപാടികളാണ് ചിങ്ങ മഹോത്സവത്തിൽ നടക്കുന്നത്. അങ്കണം ഷംസുദ്ദീൻ സാംസ്കാരിക വേദിയുടെ 2026 ഗാർഗി പുരസ്കാരം ലഭിച്ച കേച്ചേരി തുവാനൂർ സ്വദേശിയായ ഇന്ദിരാകൃഷ്ണനെ ജന്മനാട് ആദരിച്ചു. തുവാനൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരവ് സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാകൃഷ്ണനെ പൊന്നാടയണിയിച്ച ശേഷം MLA ഉപഹാരവും കൈമാറി. കേച്ചേരി ഗ്രാമീണ വായനശാല ഭാരവാഹികളും ഇന്ദിരാകൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വിനോദ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം PM ഉമ്മർ, കേച്ചേരി ഗ്രാമീണ വായനശാല സെക്രട്ടറി അനീസ്, മുൻ പഞ്ചായത്ത് അംഗം MA സുബൈർ, സരസ്വതി എന്നിവർ സംസാരിച്ചു. ഇന്ദിരാകൃഷ്ണന്റെ ഒഴുക്കിനെതിരെ എന്ന നോവലിനാണ് അങ്കണം ഷംസുദ്ദീൻ സാംസ്കാരിക വേദിയുടെ ഗാർഗി പുരസ്കാരം ലഭിച്ചത്. ഇന്ദിരാകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. LIC കുന്നംകുളം ബ്രാഞ്ച് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം തൃശൂർ ഡിവിഷൻ സീനിയർ ഡിവിഷണൽ മാനേജർ പ്രീത ഫിലിപ്പ് നിർവഹിച്ചു. കുന്നംകുളം കോട്ടയിൽ റോഡിലെ ലുലു കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബ്രാഞ്ച് തൃശൂർ റോഡിലെ AB മാളിലെ 3ാം നിലയിലേക്കാണ് മാറ്റിയത്. ചടങ്ങിൽ മാർക്കറ്റിംഗ് മാനേജർ മനോജ് മാത്യു, കുന്നംകുളം ബ്രാഞ്ച് ചീഫ് മാനേജർ NM വാസുദേവൻ എന്നിവർ സംസാരിച്ചു. LIC ജീവനക്കാർ, ഓഫീസർമാർ, ഡെവലപ്മെന്റ് ഓഫീസർമാർ, ഏജന്റുമാർ, ചീഫ് അഡ്വൈസേഴ്സ്, LIC അസോസിയേറ്റ്സ്, പോളിസി ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ചൂരൽമല ദുരന്തത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട് സർക്കാർ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ച ശശിധരനാണ് സംഘടന വീട് വെച്ച് നൽകിയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന താക്കോൽദാനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആനന്ദ് കണ്ണശ, ജനറൽ സെക്രട്ടറി മുജീബ് പൂളയ്ക്കൽ, PK മുഹമ്മദ് ഹാജി, B വേണുഗോപാൽ നായർ, ആദർശ് വർമ്മ, സൂസമ്മ മാമച്ചൻ, ഡോക്ടർ S വിക്രമൻ, അബ്ദുൽ ഗനി തുടങ്ങിയവർ പങ്കെടുത്തു. ചരമം. കുന്നംകുളം കാണിയാമ്പാൽ മഹാത്മാഗാന്ധി റോഡിൽ കോഞ്ഞാങ്ങത്ത് വീട്ടിൽ NK ലീല നിര്യാതയായി. 86 വയസ്സായിരുന്നു. KCB കുന്നംകുളം റിട്ടയേർഡ് ജീവനക്കാരിയാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തും. സുബ്രഹ്മണ്യൻ ഭർത്താവാണ്. വെള്ളറക്കാട് മനപ്പടി പരേതനായ ചാലിശ്ശേരി ഔസേപ്പ് ഭാര്യ മേരി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ഫ്രാൻസിസ്, ഫ്ലോറൻസ്, പ്രിൻസ്, ബൻസി എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.